ഒരു കായികതാരം എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏത് തരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലേക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം. സ്ലിപ്പിൽ നിൽക്കുമ്പോൾ ക്യാച്ച് പാഴാക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടത് എന്റെ കടമയാണ്. അല്ലെങ്കിൽ എന്റെ ടീമിന് മുഴുവൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. നിങ്ങളും ശ്രദ്ധാലുവായിരിക്കൂ. പുക വലിക്കുകയോ പുകയില ചവയ്ക്കുകയോ ചെയ്ത് ആരോഗ്യം പാഴാക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെ വിലയായി നൽകേണ്ടി വരും. സ്മാർട്ട് ആകൂ, പുകയിലെ അകറ്റി നിർത്തൂ.
സാമുവൽ അതിരാവിലെ വീട്ടിൽ നിന്നിറങ്ങി നടന്നു. മഞ്ഞു പെയ്തുകൊണ്ടിരുന്ന പുലരിയിൽ സുമയപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്വന്തം പേരിലൊരു കഥാപാത്രത്തെ. നീണ്ട 22 വർഷങ്ങൾക്കിപ്പുറം സുമ തിരയുകയാണ്. ഭൂതകാലത്തിൻ്റെ അടുക്കുചാൽ പിന്നാമ്പുറങ്ങളിൽ അന്ന് നടന്ന ദുരന്ത പീഡനങ്ങളെക്കുറിച്ച്, സങ്കല്പങ്ങളും ജീവിതവും ഇഴപിരിഞ്ഞു നിന്ന കഥാപാത്രങ്ങളെക്കുറിച്ച്. സുമയിൽ ഉരുണ്ടുകൂടി നിന്ന വർഷങ്ങളുടെ കാർമേഘങ്ങൾ അങ്ങനെ സാവധാനം പെയ്തിറങ്ങി. ഭൂതകാലത്തിൻ്റെ ഓർമ്മ പെരുക്കങ്ങളുടെ മേൽ മറവിയുടെ കറുത്ത കമ്പളം വിരിച്ചിടാൻ വേണ്ടി അവൾ മനഃപൂർവ്വം എഴുതിക്കൊണ്ടേയിരുന്നു. തങ്കപ്പച്ചി. ഓ ആ കഞ്ഞിയാണോ? ഓ എന്നാ പുളിച്ച മണമായത്. ന, ആ ആ ഈ ക്ലാസ് തന്നത് എങ്ങനെ കുടിക്കാനാ? ഊതി കുടിക്കണം. ഊതി കുടിച്ച് വൃത്തികെട്ട ചായയും. അല്ല, ഇന്ന് ഈ ഉണക്കപ്പുട്ട് തന്നെയുള്ളോ? അല്ലാണ്ട് പ്രത്യേകിച്ച് എന്താ? അല്ല, 100-ാം വാരം കഴിഞ്ഞിട്ട് പിന്നെ അത് ഓടിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് പറഞ്ഞ. ആ വേണ്ടെങ്കിൽ കഴിക്കണ്ടെന്നേ. പഴങ്കഞ്ഞി ഇരിപ്പുണ്ട്. ഈ പഴങ്കഞ്ഞിയോ? ആ ഇതിലും ഭേദം ആ പുട്ടാ നല്ലത്. ആ വേണമെങ്കിൽ കഴിക്കും. വേണ്ടിരിക്കുന്നു ഓട്ട ചായ. ഞാൻ ആ പറമ്പ് വരെ ഒന്ന് പോവുക. ആ ആ താനേതാ? കുറച്ച് ദൂരേന്നാ. താനെന്താ ഇവിടെ? വെറുതെ എല്ലാരെയും ഒന്ന് കാണാൻ. ഇതേതാ? വിജയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ ഇവിടെ ഇല്ല. എന്താ ടൂറിലാണോ?
ആൺകുട്ടികളാണെങ്കിൽ അങ്ങനെ പലയിടത്തും പോയെന്നിരിക്കും. എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്. എനിക്ക് ഒട്ടും ധൃതിയില്ല. ടീച്ചറമ്മ പൊക്കോളൂ, ഞാൻ കുറച്ച് ദിവസം ഇവിടെയൊക്കെ തന്നെ കാണും. ഉം? ആ, ഞാൻ ഇറങ്ങി. ഹലോ 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 ഹലോ, ഒന്ന് നിന്നേ. കൊച്ചേതാ? ഉം. ഉം. കൊണ്ട് പോകുന്നു. നേരെ അകത്തോട്ടാണല്ലോ. ഇതേതായി പുതിയ മുതല്? ആ, തങ്കമ്മച്ചിയേ. തങ്കമ്മച്ചി, ആ പെങ്കൊച്ചിന്റെ സംസാരത്തിൽ എന്തോ പെശകുണ്ട്. ടീച്ചറമ്മയ്ക്ക് വരെ അവളെ മനസ്സിലായിട്ടില്ല. അപ്പോ നിങ്ങളൊന്നും ചോദിച്ചില്ലേ? ചോദിക്കാനാന്നും പറഞ്ഞ് ഞാൻ ആ മുറിയിലേക്ക് ചെന്നതാ. അന്നേരം എന്റെ നേരെ ഒരു ഒറ്റ ചാട്ടം. ഷോ, ഇതെന്ത് കഥയാ? സാമൂൽ സാറിനെ ഒന്ന് വിളിച്ചു പറയാന്ന് വെച്ചാ ഫോൺ കൊണ്ടുപോകത്തില്ല. രാവിലെ ഒരു പോക്ക, എന്നിട്ട് തോന്നുമ്പോ കയറി വരും. അതെ അതെ. എന്നാലും ഊരും പേരും ഇല്ലാത്ത പെണ്ണൊരുത്തി കയറി വന്ന് താമസിക്കാന്നൊക്കെ പറഞ്ഞാലേ നടപ്പുള്ള കാര്യമാണോ നീ? നടപ്പുള്ള കാര്യമല്ല. ഇനി മോന്റെ വല്ല ഇഷ്ടക്കാരി ആയിരിക്കോ? അങ്ങനെ വരുമോ? അതെങ്ങനെയാ? പാട്ടൊന്നും പറഞ്ഞ് ചെക്കനെ കയറൂരി വിട്ടിരിക്കല്ലേ? അപ്പൊ ഇതല്ല, ഇതിന്റെ അപ്പുറത്തുള്ളതങ്ങളൊക്കെ വരും. അതിനിവിടെ ആർക്കാ കെട്ടും കയറും ഒക്കെ ഉള്ളത്? ഒരു പോക്കല്ലേ. തങ്കമ്മച്ചിയെ, തങ്കമ്മച്ചിയുടെ വാ, നമുക്ക് ആ മുറി വരെയും ചെന്ന് ആ കൊച്ചാരാന്നൊന്ന് ചോദിച്ചറിയാവല്ലോ. അത് ശരിയാ. ആ കേറി കേറി ഇവിടം വരെ എത്തിയോ? ഉച്ചയ്ക്ക് എന്താ സ്പെഷ്യൽ? അത് കൊച്ചേതാ? ഇവിടുത്തെ. ആ, അയ്യോ, അത് ഒന്ന് മാറി നിൽക്കേട്ടാ. ഒരു മണിക്ക് ഊണ് റെഡിയാവൂലോ അല്ലേ? എന്താ പേര്? തങ്കമ്മ. എല്ലാരും തങ്കോന്നാ വിളിക്കുന്നത്. നിങ്ങൾക്ക് ഈ അടുക്കളയൊന്ന് വൃത്തിയാക്കിട്ടൂടെ? അയ്യോ കുഞ്ഞെ, ഞാൻ കഴിക്കോളാം. നിങ്ങൾ എന്താ ഇവിടെ പെണ്ണുങ്ങൾ പെരുമാറുന്നിടത്ത്? ചുമ്മാ. ഓ, അത് ശരി. കയറി വന്ന ഉടനെ എന്നെ ഇറക്കി വിടുവാണോ? ആഹാ, തങ്കമ്മച്ചിയെ, പണിക്ക് വരെ വീട് അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. ശരിടാ, ഏതാ ഈ അവതാരം? എന്തായാലും കൂടിയ ഇനം തന്നെയാ. അല്ല, എവിടുന്നേലും വേലിയാടി വന്നായിരിക്കും. കിടക്കുന്നു. എൻ്റെ അടുത്ത് കളിപ്പിക്കാൻ. താൻ എങ്ങോട്ടാ? ഞാൻ ഇങ്ങോട്ട്. അല്ല, ഇങ്ങോട്ടല്ലേ, ശരിക്കും ഞാൻ എങ്ങോട്ടാ? ശരിക്കും താൻ ആരാ? ഞാനിവിടുത്തെ കാര്യസ്ഥൻ. എന്നിട്ടാണോ ഈ വീടും പരിസരമൊക്കെ ഇത്ര വൃത്തികേടായി കിടക്കുന്നത്? ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാ. എന്നാ ഇനി അങ്ങോട്ട് അങ്ങനെയൊന്നും അല്ല. എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. കൊച്ചേതാ? അറിഞ്ഞിട്ടിപ്പ എന്തിനാ?
അല്ല ഒന്ന് അറിഞ്ഞിരിക്കാവല്ലോ. പോയി ചൂലെടുത്തിട്ട് വാടോ. ആഹാ. ഡോ, എന്നാ ഇതാ, കൊണ്ടുപോ. എങ്ങോട്ടൊന്നും വലിഞ്ഞു കയറി വന്നത് എന്നെ പരിപ്പിക്കാൻ പറ്റുന്ന അത് കൊള്ളാലോ. അല്ല എന്നാലും ഈ കൊച്ചി ടീച്ചറമ്മയുടെ അറിവിലുള്ളതായിരിക്കോ അതോ സാമുവൽ മാഷിൻ്റെയോ? അങ്ങനെ വരാൻ വഴിയില്ല. അല്ല ഈ അച്ചക്കുഞ്ഞ് ഇവിടെ ഉണ്ടായിട്ടും ആരുടെയെങ്കിലും ആട്ടെ, എനിക്കെന്നാ ചേതം. എന്നാലും ഇത് ആരുടെ വകയായിരിക്കും? അകത്തോട്ട് കയറാനാണോ? ഇച്ചിരി പാടുപെടും. അവിടെയൊക്കെ സാധനങ്ങൾ ഇരിക്കുക. മോളൊന്ന് മാറിക്കാക്കില്ലേ, ഞാൻ എല്ലാം മാറ്റി ക്ലിയർ ആക്കി തരാം. കണ്ടോ, ഇവിടെ എല്ലാ സാധനങ്ങളാ. കുറച്ച് നാളായിട്ടേ മാഷി ഇങ്ങനെയാ, ഒന്നിനും ഒരു അടുക്കും ചിട്ടയില്ല. അതാ ഇതിൻ്റെ ഒക്കെ ഇങ്ങനെ കിടക്കുന്നത്. മൊത്തം മാറാല് അത് ഇഷ്ടം പോലെ പൊടി അതിൻ്റെ അകത്തെ. എന്താ തുടങ്ങിക്കോ. മാഷ് വരച്ചതാ അത്. കുഞ്ഞേ, തൽക്കാലം ഇവിടെ കേട്ടോ. പതുക്കെ പോ, പതുക്കെ. ആ കാലുണ്ടോ തട്ടിക്ക. അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് മാറും, കൊച്ചു ഇങ്ങോട്ട് മാറും. സ്ത്രൈണമായ കാവ്യചോദനകളെ നിസ്സാരവൽക്കരിക്കുകയും അവളുടെ സാഹിത്യ വിചാരമണ്ഡലങ്ങളെ തമസ്കരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മുൻകാല തഴക്കങ്ങൾക്ക് നമുക്കിവിടെ വിരാമമിടാം. തുറന്നെഴുത്തിൻ്റെ പുതിയ സ്ത്രീപക്ഷ ശൈലികളെ ആഴത്തിൽ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമങ്ങളായിരിക്കണം നമുക്കിടയിൽ ഉണ്ടാവേണ്ടത്. എഴുത്ത് മാറ്റത്തിൻ്റെ ആയുധവും സക്രിയമായ സാമൂഹ്യ ഇടപെടലിൻ്റെ ശക്തവും ദീപ്തവുമായ അടയാളപ്പെടുത്തലായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിശ്ചയദാർഢ്യം സ്ഫുരിക്കുന്ന വാക്കുകൾ കൊണ്ട് ഈ വനിതാ കൂട്ടായ്മയ്ക്ക് പ്രചോദനമായ സുമ ടീച്ചർക്ക് ഹൃദ്യമായി നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ യോഗം പര്യവസാനിച്ചിരിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പർമാർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊള്ളുന്നു. തിരക്കിനിടയിൽ ടീച്ചറുടെ വിശേഷം ചോദിക്കാൻ മറന്നു. ഓ, കവിത, എഴുത്ത്, പ്രസംഗം, ഇതൊക്കെ തന്നെ വിശേഷം. പിന്നെ വീട്ടിലെ വിശേഷമാണെങ്കിൽ തങ്ങാനൊരിടം, അത്ര തന്നെ. സമ്മേളനങ്ങളും പദയാത്രകളും സാഹിത്യ ചർച്ചകളും ഒക്കെ കഴിഞ്ഞ് വ്യക്തിജീവിതത്തിലേക്ക് തിരിയുമ്പോൾ നമ്മളൊക്കെ എത്ര നിസ്സഹായരാണല്ലേ. ഈ തോന്നലുകളാണ് ഏറ്റവും വലിയ അപകടം. സ്വകാര്യ ജീവിതത്തിൽ സംഘർഷങ്ങളില്ലാത്ത എത്ര പേരുണ്ട്. രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കാതെ നടക്കാൻ പഠിക്കുക. പ്രയാസമാണ്, പക്ഷെ അതാണ് വേണ്ടത്. നേരം ഒരുപാട് വൈകി, ഞാൻ ചെല്ലട്ടെ. ശരി.
പലയിടത്തായിട്ട് തൂത്തുകുട്ടി വെക്കാതെ എല്ലാം കൂടെ ഒരുമിച്ച് അടിച്ചു പോയി. അടിക്കല്ലേ, കാണാൻ പാടില്ലേ. ഓ കണ്ടു. ഒരു മേൽനോട്ടക്കാരൻ. ആ. ഈ കുന്ത കൊണ്ടുവന്ന് ഇവിടെ ഇവിടെ നടുവിന്റെ കല്ല് പൊട്ടി. ഇത് മാറിക്കേ. അപ്പം ഇവിടെ നോക്കാതെ അതം കൊണ്ട് കൂട്ടി പോയി. അതാണ് ഈ ചെയ്തോണ്ടിരിക്കുന്നത്. അതങ്ങ് ചെയ്. തങ്കമ്മച്ചി, ഇതൂടെ നടിക്കാൻ. അവിടെ നിന്ന് അടിച്ചോണ്ട് വരും. ആരടിച്ചെന്ന്? അത് അവിടെയല്ലേ കുഞ്ഞെ, അത് അപ്പുറത്ത് കൊണ്ടിട്ടാലോ. ആ പിടി. അങ്ങോട്ട് അങ്ങോട്ട് നല്ല കനമുണ്ടല്ലേ. ഇത് വേണ്ട, ഇത് ഞാൻ ഒറ്റയ്ക്ക് എടുത്തോളാം. കുഞ്ഞെ വേറെ എന്തേലും പണി ചെയ്തു. അതടിക്ക്. ഓ കുഞ്ഞെ, ഇതേ കൈ കൊണ്ടിങ്ങനെ വാരിയില്ല. എന്നാ ഞാൻ വലിച്ചോളാം. ഇതെന്നാ തുണി അലക്കുവാണോ അതിട്ട്? ഒട്ടിക്കാതെ മാറ്റി. എവിടെ നോക്കിയാണ് എടുക്കുന്നേ? കുഞ്ഞു തട്ടിയപ്പോ വീണല്ലേ. അതിങ്ങെടുക്ക്. ഓ അല്ല കണ്ണൊക്കെ. അല്ല, ശരിക്കും കുഞ്ഞു ടീച്ചറമ്മയുടെ മോള് തന്നെയാണല്ലേ? എന്താ സംശയം? അല്ല, പെട്ടെന്ന് പൊട്ടിമുളിച്ച് വരുന്ന കണ്ടപ്പോഴേ ഞാൻ ആ പടം പരിഭ്രമിച്ചു പോയി. ഇപ്പൊ ഭ്രമൊക്കെ മാറിയോ? അയ്യോ, എല്ലാം പോയി. പിന്നെ മാഷേ രാവിലെ പോയതാ, ഇനി സന്ധ്യ ആകുമ്പോഴേ വരത്തുള്ളൂ. ആ മൂപ്പര് അങ്ങനെ അന്നേ ആരോടും ഒന്നും വലിയ മിണ്ടാട്ടം ഒന്നുമില്ല. പക്ഷെ നല്ലോണം ചിത്രം വരയ്ക്കും. ആണോ? ആ കുഞ്ഞു വന്ന വിവരം മാഷ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. വന്നു കഴിഞ്ഞിട്ട് അറിയിക്കാം. അത് പോരെ? അയ്യോ അത് മതി. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഓ കുഞ്ഞിനി മുതൽ ഇവിടെ തന്നെയാണ് തങ്ങാൻ പോണത്. എന്താ തങ്കമ്മച്ചിക്ക് ഇവിടെ തങ്ങണോ? ഏയ് എന്നാ പൊക്കോ. അതെ തങ്കമ്മച്ചി, ഓ ഓ നാളെ ലീവ് എടുത്തോ, ഞാൻ നോക്കിക്കോളാം.
ഏതാടോ കുട്ടി? അറിയില്ല, രാവിലെ വന്ന് കയറിയതാ. എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ വൈകിട്ട് അച്ഛൻ കുഞ്ഞിനെ കണ്ടിരുന്നു. അവനാ പറഞ്ഞത്. അല്ല, അവൻ ചോദിച്ചപ്പോൾ തന്നോട് ചോദിച്ചാൽ അറിയാമെന്ന് പറഞ്ഞത്രേ. എന്നോടോ? എനിക്കെങ്ങനെ അറിയാം? ഇനി നിങ്ങൾക്കെങ്ങാനും. ഛേ, വഷളത്വം പറയുന്നോ? ആ, നമ്മുടെ വിജയൻ്റെ ക്ലാസ്മേറ്റ്സിൽ ആരെങ്കിലും ആയിരിക്കും അല്ലേ? അങ്കിൾ, റൂം ദാ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നൈറ്റ് ഡ്രസ് സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചപ്പലും കുളിച്ച് ഫ്രഷ് ആയി കഴിച്ചിട്ട് കിടന്നാൽ മതി. 8 o'clock സപ്പർ റെഡി. ഓക്കെ? ഓക്കെ. രാവിലെ മുതൽ തുടങ്ങിയതാ. വൈകിട്ടായപ്പോഴേക്കും കുറേയൊക്കെ ഒരു ഓർഡറിലായി. ഡൈനിങ് ഹാളിൽ സപ്പർ റെഡിയാണ്. രാവിലെ വന്നപ്പോൾ മുതൽ ആലോചിക്കുന്നതാ, ഒരു പിടിയും കിട്ടുന്നില്ല. കുട്ടി ആരാ? അതൊക്കെ പതിയെ പറയാം. എനിക്കിപ്പോൾ നല്ല വിശപ്പുണ്ട്. ബാ. ഹലോ. ഹലോ അങ്കിൾ. താങ്ക് യു. മതി മതി. വിജയ് എന്താ വരാത്തെ? ആ, അവനങ്ങനാ. പോയാൽ 2-3 ദിവസം കഴിഞ്ഞേ വരൂ. അതത്ര നല്ല ശീലമല്ല അല്ലേ സാമുവൽ അങ്കിൾ? യാതൊരു പരിചയമില്ലാത്ത വീട്ടിൽ അതിക്രമിച്ച് കയറി താമസിക്കുന്നതും അത്ര നല്ല ശീലമല്ല. ഒരു പെൺകുട്ടി ആയതുകൊണ്ടാ രാത്രി ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടാത്തത്. സാമുവൽ അങ്കിൾ, നാളെ ഇത്തിരി പർച്ചേസ് ഉണ്ട്. എനിക്ക് കുറച്ച് പണം വേണം. ഓക്കെ. ഈ കുട്ടി ഇത് എന്ത് ഭാവിച്ച?
പർച്ചേസിന് പണം വേണം പോലും. നിങ്ങൾ കൊടുക്കാൻ പോവാണോ? നല്ല മിടുക്കി കുട്ടിയല്ലേ? മെഡിക്കൊക്കെ തന്നെ. അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇപ്പോഴത്തെ കുട്ടികളല്ലേടൂ. താൻ എന്തായാലും അവളോട് ദേഷ്യപ്പെടണ്ടായിരുന്നു. ആരാണ് എന്താണെന്ന് പലവട്ടം ചോദിച്ചിട്ടും ഒരു മറുപടി കിട്ടാതെ വന്നപ്പോ അമർഷം കൊണ്ട് പറഞ്ഞു പോയതാ. ഈ അച്ഛൻ കുഞ്ഞിൻ്റെ ഒരു കാര്യമുണ്ടല്ലോ, ആ കുട്ടി ഇവിടെ വന്ന കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടാ. കവിതയും പ്രസംഗവുമായി നടക്കുന്നതിനെക്കുറിച്ച് ധാരാളം കേൾക്കുന്നുണ്ട്. ഇതും കൂടിയായപ്പോൾ പൂർത്തിയായി. ആ കുട്ടി അത്രയ്ക്ക് ഉപദ്രവകാരിയാന്ന് ആരെങ്കിലും പറയോ? എന്തൊരു ശാലീനതയാണ് ആ കുട്ടിയുടെ മുഖത്ത്. ദേഷ്യപ്പെടണ്ടായിരുന്നു അല്ലേ? സാരമില്ലടോ. ഉറങ്ങണ്ടേ? ഗുഡ് മോർണിംഗ്. ആരാ? പുതിയൊരു അംഗ. എനിക്ക് മനസ്സിലായില്ല. പതിയെ മനസ്സിലാക്കാം.
ഇത്രയും നാൾ ഈ അടുക്കള തന്നെയായിരുന്നു. ആരും എന്നെ ഇറക്കി വിട്ടിട്ടില്ല. ധനമുള കപ്പില്. അപ്പം എല്ലാം അറിയാല്ലേ? കുറച്ചൊക്കെ അറിയണ്ടേ? മോളിട്ടതാ? ഉം. നല്ല ചായ. ഇന്നെന്താ പരിപാടി? പറമ്പിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. ആ, അതൊക്കെ നല്ല ശീലവാ. എന്നാ പിന്നെ ഞാൻ പറമ്പിലോട്ട് പോവുക. ആ. ആ പിന്നെ ഓ, കുറച്ച് കഴിയുമ്പോ ഇങ്ങോട്ട് വരണേ. ഒരിടം വരെ പോവാനുണ്ട്. വരാം. ഓ. ദാ, എഴുന്നേക്കടാ. നാണമില്ലല്ലോ നിനക്ക് പോത്ത് പോലെ കിടന്നുറങ്ങാൻ. എണീക്കടാ അങ്ങോട്ട്. ആ വണ്ടിയുടെ താക്കോലിങ് തന്നെ. വണ്ടിയുടെ ചാവി താടാ. ആ കുന്ത്രാണ്ടവും കൊണ്ട് ഞാൻ വരുന്നതിന് മുമ്പ് എങ്ങോട്ടും പോയേക്കരുത്. ഇവിടെ ഒരുപാട് പണിയുള്ളതാ. പിന്നെ ഞാൻ വരുന്നതിന് മുമ്പ് അങ്ങാനും പോയാ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ആ, കൊള്ളാലോ. ആരാ വണ്ടി ഓടിക്കുന്നേ? കുഞ്ഞല്ലേ ഓടിക്കുന്നേ? എന്നാ പുറകിലോട്ട് ഇരുന്നോ. ആ, അത്രയ്ക്ക് അങ്ങോട്ട് ഒട്ടി ഇരിക്കണ്ട. അല്ല, അപ്പൊ ഈ കുന്തനാടത്തിന്റെ എവിടെയാ പിടിക്കണ്ടേ? എന്നൊഴിച്ച് വേറെ എവിടെ വേണേലും പിടിച്ചോ. ഹലോ മിസ്സസ് തങ്കമണി. ആരെയും കാണുന്നില്ലല്ലോ. അപ്പൊ പിന്നെ അതാരാ? ഓ, പുതിയ ഹൗസ് മെയ്ഡ് ആയിരിക്കും. പൊളിച്ച്. എന്തായാലും പർച്ചേസിങ് കഴിഞ്ഞ് വരട്ടെ. ഞാനിത് ശരിയാക്കുന്നുണ്ട്. ഓ, പോയി. ആർട്ടിസ്റ്റുമില്ല. അത് കൊള്ളാം. സോ മിസ്റ്റർ വിജയ്, ഷീസ് ഓൾ യോഴ്സ്. Come on. കുഞ്ഞോട് എടുത്ത് ഞാൻ ആ ഗേറ്റ് തുറക്കാവേ. അങ്ങോട്ട് പോക്കോ.
വിജയ് അങ്ങോട്ട് കയറ്റിയെടുത്തിട്ട് അവിടെ അവിടെ ആ അവിടെ 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 ആ അവിടെ ഇട്ട് അവിടെ ഇട്ട്. വിജയ് ആ കുന്ത അവിടെ അങ്ങനെ വെച്ചിട്ട് ഓട്ടോന്നാ ചെടിച്ചട്ടിയൊക്കെ ഇറക്കി വെക്കാൻ കൂടിയേ. ഞാനോ? എന്താ നീ എടുത്താ പൊങ്ങൂലേ? ഇറങ്ങി വാടാ ഇങ്ങോട്ട്. Yes, madam. I'm here for you. അതെല്ലാം ഇറക്കിയിട്ടേ ഇത് അങ്ങോട്ട് വെച്ചോട്ടോ ഇതവിടെ ഇതുണ്ടോ. ഒന്ന് പെട്ടെന്ന് ഇറക്കേട്ടാ, അടുത്ത ഓട്ടം പോണം. ഇത് ഇറക്കണ്ടേ? ഇറക്കാതെ പോകാൻ പറ്റുമോ? ആഹാ. ഓട്ടം പോകണം. സാധനങ്ങൾ വണ്ടിക്കുമ്പോ ഇങ്ങനെ ഓട്ടം പോകുന്നു. പിടി. പിടിച്ചോ, പിടിക്കേ. ഇങ്ങോട്ട് കൊച്ചിന്റെ ദേഹം കുറച്ച് അനങ്ങുമല്ലോ. ഹലോ, ദേഹം അനങ്ങി പണി ചെയ്യും കേട്ടോ. അതിങ്ങെടുക്ക്. അവിടെ നോക്ക്. ആ അഴുക്കായല്ലേ? സാരയില്ല, വെള്ളം ഒഴിച്ച് കഴിക്കാൻ മതി. പോയിക്കോളൂ. ചേട്ടാ എന്നാ പോട്ടെ. ഓ അടുത്ത ഓട്ടം ഉണ്ടായി വിളിക്കണേ. ആ വിളിക്കാം വിളിക്കാം. ചെല്ല്. ചേട്ടാ ഗിത്താർ പിടിക്കുന്ന കയ്യാ. അത് സാരയില്ല, ഇങ്ങനെയൊക്കെ ചെയ്യണം മോനെ. എന്നാലല്ലേ നമ്മുടെ ശരീരം പുഷ്ടപ്പെടുള്ളൂ. മതി. Make it fast. എടുക്കെടുക്ക്, വേഗം എടുക്ക്. അവിടെ കൊണ്ടുപോണേ ഇനി. ആ എന്നാ എടുത്തോ. എടുക്ക്. അല്ല, എനിക്ക് നടുവ് വെട്ടിയിരിക്കും, അതുകൊണ്ടാ. നിങ്ങൾ ചെല്ല്, ഞാൻ നോക്കിക്കോളാം. താങ്ക് യു. ആ ചെല്ല്. ഒന്ന് മാറി കേട്ടാ. ഞാനോ? ആ അങ്ങോട്ട് പോയി പിടിച്ചോണം. ആ റോളർ എവിടെ വെച്ചേക്കുന്നത്? Any help? babe? മേലെന്നെ. What? കേറിക്കോ. You mean കേറാൻ climbing and sweeping? കേറി അടിക്കടാ അങ്ങോട്ട്. കേറാൻ മേലോട്ട്. കേറ്, ഞാൻ പിടിച്ചോളാം. അയ്യോ, ദേഹം അനങ്ങുന്നതിന്റെ സങ്കടം കണ്ടോ? നേരെ മേളിലേക്ക് കയറി അതെല്ലാം തൂത്ത് വൃത്തിയാക്കിക്കളാ. എന്നാ അടിച്ചോ? എനിക്ക് നടുവെട്ടിരിക്കാന്ന്. സാറില്ല, അടിച്ചോ. ദാ അവിടെ. എവിടെ? ദാ അവിടെ. ഇവിടെയോ? ആ എനിക്ക് ഒത്തിരി നേരം മേളിലേക്ക് നോക്കി തലവേന എടുക്കും. അതാ ഒന്ന് അനങ്ങി പണി ചെയ്യടാ. തോന്നാ കൊച്ചു. അതൊന്ന് പിടിച്ചെടുക്കും കുഞ്ഞേ. ഇല്ല, അത് ഇങ്ങോട്ട് പോരും. ചെല്ല്, ചുമ്മാ നിക്കല്ലേ. ഞങ്ങളെ കൊണ്ട് ചേച്ചു കോൺട്രാക്ടർ വിളിച്ചിരിക്കണോ അവിടെ? ചെതലാണ് മുട്ടക്കട്ടെ ഇവിടെ. ദേഹത്ത് വീണു. ചെയ്യുമല്ലേ? ഈ താഴെ മൊത്തം പായല. കണ്ടോ? ഈ വീട് വെച്ചപ്പോഴെങ്ങാണ്ട് പെയിന്റ് അടിച്ചതാ. കാറ്റിലൊരീറന്നനവിതു തൂകിയതാരിവൾ, പകലിനൊരൽപ്പം ചിരിയത് ചൂടിയതാരിവൾ. കാറ്റിലൊരീറന്നനവിതു തൂകിയതാരിവൾ, പകലിനൊരൽപ്പം ചിരിയത് ചൂടിയതാരിവൾ. വാനമതിങ്ങനെ മാറാൻ കാരണമായവൾ, ഞാൻ സ്വപ്നം കണ്ടതിലലയായി വീശിയതാരിവൾ. വാനമതിങ്ങനെ മാറാൻ കാരണമായവൾ, ഞാൻ സ്വപ്നം കണ്ടതിലലയായി വീശിയതാരിവൾ. എന്തോ ഈ കാണിക്കുന്നത്? ആർട്ടിസ്റ്റിക് പെയിന്റിംഗ്. ഇങ്ങനെ ഇറങ്ങി വാ. അയ്യോ, ചായ വേണ്ടേ? വേണ്ട. ചായ കുടിച്ചു. ഇത് കുടിച്ചോണ്ട് നിൽക്കണ്ട, അടിച്ചോണ്ടങ്ങ് കുടിച്ചാ മതി. ആ ഹലോ. ഓ, ചായ. പാൽ ചായ ഇല്ല ചേട്ടാ. അയ്യോ, പാല് കിട്ടിയില്ല. പാൽ ചായ കുടിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഇച്ചിരി പെയിന്റ് ഒഴിച്ചാൽ മതി. അപ്പൊ പാൽ ചായ ആയിരിക്കും. ചേട്ടൻ തന്നെ കുടിച്ചു. അവിടെ കൊടുക്കും. ഇപ്പൊ ആരുമില്ല, അപ്പൊ ഞാൻ തന്നെ കുടിക്കാം. ഞാൻ നെയ്തൊരു മൂടുപടത്തിൽ പൂണ്ടുപോയി, മാറാമ്പൽ ചൂടിയ കൂരയിലാണ്ടുപോയി. ആധുനികോത്തരമായ കവിതകളിൽ തീക്ഷ്ണമായ പ്രതിബിംബങ്ങളെ സങ്കലനം ചെയ്യാൻ പ്രഗത്ഭരായ കവികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവരെ കാൽപ്പനിക കവികളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്.
വൈകാരികമായ കാവ്യബോധങ്ങൾക്കപ്പുറം ദൈക്ഷണികമായ നിരീക്ഷണ പാടവവും വാഗ്വിലാസവും സമഞ്ജസമായി സങ്കല്പിച്ചെടുക്കുവാൻ പുതിയ കാലത്തിൻ്റെ കവികൾക്ക് കഴിയുന്നു. ഈ ഒരു മാറ്റത്തെയാണ് കുട്ടികളായ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കേണ്ടത്. ഇതൊരു മൂടുപടത്തിൽ പൂണ്ടുപോയി മാറാമ്പൽ ചൂടിയ കൂരയിലാണ്ടുപോയി. ഞാൻ നെയ്തൊരു മൂടുപടത്തിൽ പൂണ്ടുപോയി മാറാമ്പൽ ചൂടിയ കൂരയിലാണ്ടുപോയി. ജീവിതം ഒരു മാരിക്കാറ്റായി ഉലയുമ്പോൾ, ജീവിതം ഒരു മാരിക്കാറ്റായി ഉലയുമ്പോൾ അതിനോരം നിന്നൊരു തൂവൽ പോലെ ഈ ഗൃഹത്തെ തൊട്ടുണർത്തിയോ. ടീച്ചർ എന്താണ് പറയുന്നത്? പുതുമ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ എന്തൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്? സാഹിത്യ പരിസരം എന്ത് വൃത്തികേടും എഴുതി കൂട്ടാനുള്ള സ്വാതന്ത്ര്യമുള്ള ഇടം എന്നായിട്ടുണ്ട്. അല്ലെങ്കിൽ സുമ ടീച്ചർ പറ എന്റെ നിരീക്ഷണം തെറ്റാണെന്ന്. വളരുന്ന തലമുറയുടെ ആത്മവിശ്വാസം കണ്ടിട്ട് ഈ മുതിർന്നവരെന്തിനാ വിളറികൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ടീച്ചർ ഇപ്പൊ നിലവിലുള്ള സാഹിത്യ പ്രവർത്തനങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുക തന്നെ വേണം. എങ്കിലേ കാര്യങ്ങൾ നേരെയാവൂ. ഇപ്പൊ നമുക്ക് വേണ്ടത് കലഹത്തേക്കാൾ സമവായങ്ങളും സംവാദങ്ങളുമാണ്. നിലവിലുള്ള സാഹിത്യ ശൈലികളിൽ പുതുതലമുറ കൊണ്ടുവരുന്ന മാറ്റങ്ങളോട് പുറംതിരിഞ്ഞു നിന്ന് കലഹിക്കുന്നത് കൊണ്ട് എന്ത് മെച്ചമാണുള്ളത്? എല്ലാ കാലത്തെയും സാഹിത്യ ചിന്താധാരകളിൽ അതത് കാലഘട്ടത്തിന്റെ പുതുതലമുറ വിപ്ലവാത്മകമായ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ജീവിത പരിസരങ്ങളെ മറന്നുകൊണ്ടല്ലല്ലോ നമ്മൾ ഓരോരുത്തരും സാഹിത്യ സൃഷ്ടികൾ നടത്തുന്നത്. കാറ്റിലൊരീറൻ നനവിതു തൂകിയതാരിവൾ, പകലിനൊരൽപ്പം ചിരിയത് ചൂടിയതാരിവൾ. കാറ്റിലൊരീറൻ നനവിതു തൂകിയതാരിവൾ, പകലിനൊരൽപ്പം ചിരിയത് ചൂടിയതാരിവൾ. ഇതെന്താ ഇങ്ങനെ ഇട്ടിരിക്കണേ? വാനമതിങ്ങനെ Sentiments. അച്ഛനും അമ്മയും രണ്ട് വഴിക്കായപ്പോ മൂപ്പരുടെ വഴിമുട്ടി. വാനമതിങ്ങനെ മാറാൻ കാരണമായവൾ. നമുക്കൊരു കൈ നോക്കിയാലോ? ചുമ്മാ റണ്ണിങ്ങിലാക്കാലോ? ഓക്കെ. നീ മേലെ തുടച്ചേ. മാഷേ, എന്താ ഇവിടെ? എന്നെ മനസ്സിലായോ? ഹേ രാമാനുജം, താനിതിപ്പോ എവിടുന്ന് പൊട്ടി മുളച്ചോടൂ? സുഖാണോ? സുഖം തന്നെ. തൻ്റെ ശ്രമങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? ഓൾ ഗുഡ്? കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ പാരീസിലും ലണ്ടനിലുമായൊക്കെ എക്സിബിഷൻസ് നടക്കുന്നുണ്ട്. വെരി ഗുഡ്. തിരക്കില്ലാത്ത റിവ്യൂസും ഉണ്ട്. ഗ്രേറ്റ്. എന്നാലും ആഫ്റ്റർ ലോങ് ഇയേഴ്സ് ബ്രേക്ക് മാഷ് എന്നെ ഞെട്ടിച്ചോളൂ. എന്ത് പെട്ടെന്ന് എന്നെ തിരിച്ചറിഞ്ഞത്. പാരീസിലെ സീനൊക്കെ എങ്ങനെയുണ്ട്? ഓൾ ആക്റ്റീവ്? ആ, പാരീസ് എപ്പോഴും വൈബ്രൻ്റ് അല്ലേ? തൗസൻഡ്സ് ഓഫ് പെയിൻറ്റിങ്സ്. ബട്ട് മോഡേൺ ആർട്ട് മ്യൂസിയത്തിൽ മാഷിൻ്റെ മാസ്റ്റർ പീസ് ഡിപിക്ഷൻ അതിപ്പോഴും തലയുർത്തി തന്നെ നിൽക്കുന്നു. മാഷിൻ്റെയൊക്കെ ഒരു ഹൈറ്റ്സിലെത്താൻ എനിക്ക് ഒത്തിരി യാത്ര ചെയ്യേണ്ടതുണ്ട്.
മാസ്റ്റർ പീസും അബ്സ്ട്രാക്ഷനും ഒക്കെ മടുത്തടോ. ഞാൻ ജീവിതത്തിന്റെ പച്ചപ്പ് ദേ ഇവന്റെ മുഖത്ത് നിന്ന് വരച്ചെടുക്കാൻ നോക്കുകയാണ്. സി രാമാനുജം, ഫോർ മീ അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം the ultimate happiness is in truthfully capturing the life itself in a very simple manner. ബോറടിച്ചോ? താൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ കത്തി വെച്ച് ഞാൻ കൊല്ലും. തൻ്റെ യാത്ര തുടരട്ടെ. എനിക്ക് കുറച്ച് വർക്കും കൂടെ തീർക്കാനുണ്ട്. യെസ്, നമുക്ക് കാണാം എവിടെയെങ്കിലും വെച്ച്. താങ്ക് യു. ദാ ഓക്കെ ഓക്കെ. and we made it. Congrats. താങ്ക് യു. താങ്ക് യു. Your nice name? I'm Rachel. Vijay Samuel. Percussionist, guitarist. And you? I completed my post-graduation in biochemistry and got good. campus recruited. Okay. Cool. വിജയ്, ഇപ്പൊ എല്ലാത്തിനൊരു ഭംഗി തോന്നുന്നില്ലേ? Yeah. Everything looks beautiful. Like you. You naughty boy. ഈ വീടിനും തൊടിക്കും അച്ഛനും അമ്മയ്ക്കും നിന്റെ ഈ പാട്ടിനും എല്ലാത്തിനും ഒരു ക്രമമുണ്ട്. ഓഹോ, ഉണ്ടോ? ഉണ്ടാവണം. എടോ, നമ്മളീ കുടിക്കുന്ന ചായക്ക് പോലും ഉണ്ടൊരു ക്രമം. അതുപോലെ നമ്മുടെ ജീവിതത്തിനും. അതെല്ലാവരും കാത്തു സൂക്ഷിച്ച ഒരു പ്രത്യേക സുഖം നിറയും. Do you want to live those moments? Hey, ഇത് ഏത് ലോകത്താ? ശരിക്കും പറ, താൻ ആരാ? ഞാൻ ആദ്യം വിചാരിച്ചു പുതിയ ഹൗസ് മെയ്ഡ് ആയിരിക്കുന്നു. പക്ഷേ അല്ല. പ്ലീസ് ടെൽ മീ, ആരാ? Can you strike a song for me on your guitar? Okay, sure. Yeah? ഹാർട്ടിൽ ഇത്തിരി സ്പേസ് തരുമോ? ആപ്പിൾ പോലുള്ള പെണ്ണെ, ഹാർട്ടിൽ ഇത്തിരി സ്പേസ് തരുമോ? ആപ്പിൾ പോലുള്ള പെണ്ണെ, കുമ്പിളു പോലുള്ള ഹാർട്ടിനുള്ളിൽ ബ്ലോക്കായി മാറല്ലേ നീയൻ പൊന്നേ. എടാ പൊട്ട, ഇത് എന്ത് പാട്ടായി പാടുന്നേ? ഇങ്ങ് തന്നെ. Let's make a toast for our special guest Rachel. Sure. Thank you. Happy toast. Wow. Happy appetite. Let's start. Sure. എന്തോരം ഡിഷുകളാണ്. ഐ എം ടോട്ടലി കൺഫ്യൂസ്. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? മേ ബി ഐ വിൽ സ്റ്റാർട്ട് വിത്ത് അപ്പം. ഇതിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടേഴ്സ്. അത് ശരിയാ.
Thank you. This one is actually your auntie's favorite. കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ ഐറ്റംസ് കുറേ ഉണ്ടാക്കാൻ. കുറച്ചൊക്കെ. മോള് വന്നിട്ട് 2 ദിവസമായിട്ടും ആരാണെന്ന് പറഞ്ഞില്ല. മോൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? സി, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഫീൽ ഫ്രീ ടു ഷെയർ. അത് മനസ്സിലാക്കാനും അംഗീകരിക്കാനും ഞങ്ങൾക്ക് കഴിയും, അല്ലേടോ? നാളെ ഞാൻ തിരികെ മടങ്ങും. പോകുന്നതിന് മുമ്പ് എല്ലാം എല്ലാവരോടും പറയാം. അതുവരെയ്ക്ക് എല്ലാം സസ്പെൻസ് ആയിരിക്കട്ടെ. ഓക്കെ, കഴിക്കാം. ഞാൻ വരുന്നതിന് മുമ്പ് അങ്ങാനും പോയാ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. എടാ പൊട്ട, ഇത് എന്ത് പാട്ടായി പാടുന്നേ? Do you want to live those moments? Hey, ഇത് ഏത് ലോകത്താ? She is an angel. അച്ഛനും അറിയില്ല, അമ്മയ്ക്കും അറിയില്ല അവൾ ആരാണ്. എന്തൊരു കുട്ടിയല്ലേ ഈ റേച്ചൽ, സോ നോട്ടി. അവൾ ഈ വീടൊരു സ്വർഗമായിക്കൊണ്ടിരിക്കുക അല്ലേ? എത്ര നാളുകൾക്ക് ശേഷം വിജയ് നമ്മളൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത്. അവളുടെ വരവൊരു നിയോഗമാണ്. എല്ലാം കൂട്ടിയിണക്കി ക്രമപ്പെടുത്തുന്ന ഒരു കണ്ണിയാണവൾ. എന്തായിരിക്കും സുമ നാളെ അവൾക്ക് നമ്മളോട് പറയാനുണ്ടാവുക? ഹാ, അതെന്തോ ആയാലും എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായി. And she is such a naughty and pretty girl. പാക്ക് ചെയ്തോ സാധനങ്ങളൊക്കെ? എല്ലാം എടുത്തിട്ടില്ലേ? ഒന്നും മറന്നിട്ടില്ലല്ലോ? ഇല്ല. Do you want me to? ഡ്രോപ്പ് ചെയ്യണോ? നോ 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 നോ, ഏയ് ഞാൻ തന്നെ പൊക്കോളാം, നോ പ്രോബ്ലം. Okay. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എല്ലാരെയും ഒന്ന് കാണണമെന്ന്. ദൂരെ ഒരു കോൺവെന്റിലെ അനാഥക്കുട്ടിയായി എന്നെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചത് ഈ നിൽക്കുന്ന സാമുവൽ അങ്കിളാ. വാട്ട്? സത്യാണോ ഈ പറയണേ? എന്നെ അനാഥാലയത്തിലാക്കിയ അച്ഛൻ വിക്ടർ റോയേക്കാൾ ഞാൻ ഒരുപാട് സ്നേഹിച്ചതും കാണാൻ ആഗ്രഹിച്ചതും എൻ്റെ സാമുവൽ അങ്കിളിനെയാ.
ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് കാണണമെന്ന്. എൻ്റെ അമ്മയെ. പോട്ടെ. സാമുവൽ അങ്കിൾ പോട്ടെ. പോട്ടെടാ. പോട്ടെ. ആവേശമായിരുന്നു ജീവിതത്തിൻ്റെ പിൻകഥകളിൽ തിക്താനുഭവങ്ങളുടെ പൊള്ളലുകളെ ഒളിപ്പിച്ചു വയ്ക്കാൻ. നിറം പിടിച്ച സങ്കല്പങ്ങളെ ജീവിതത്തേക്കാൾ സത്യമാക്കി എഴുതുമ്പോൾ അറിഞ്ഞിരുന്നില്ല നനച്ചിരിക്കാത്ത സമയത്ത് അവൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന്. എന്നിലെ അന്തർമുഖതയുടെ ഇരുണ്ട വഴികളിൽ ദീപ്തമായ ജീവിത പ്രസരിപ്പുകളുടെ നിലാവെളിച്ചം പകർന്ന് അവൾ കടന്നു പോകുമെന്ന്. സങ്കല്പങ്ങളും ജീവിതവും ഇഴപിരിഞ്ഞു നിന്ന കഥാപാത്രങ്ങളെക്കുറിച്ച് ഞാൻ ഒരുതരം ഉന്മാദത്തോളം എത്തുന്ന ലഹരിയോടെ എഴുതിക്കൊണ്ടേയിരുന്നു. സാമുവൽ എന്താ
പഴയതൊന്നും ഒരിക്കലും എന്നോട് ചോദിക്കാതിരുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇതുവരെ ഞാൻ എഴുതിയതെല്ലാം കാപട്യങ്ങളായിരുന്നു. അവൾ വരുന്നത് വരെ. ഇതെൻ്റെ ആദ്യ പുസ്തകമാണ്. ഇതിൻ്റെ ആദ്യത്തെ കോപ്പി ഞാൻ സാമുവലിന് തരുന്നു. താങ്ക് യു. നീണ്ട 21 വർഷങ്ങൾക്ക് ശേഷം നമുക്കിടയിലുണ്ടായിരുന്ന ക്രമക്കേടുകളൊക്കെ ഇവിടെ ഉപേക്ഷിച്ചൂടെ? നമുക്ക് ആ വികൃതി കുട്ടിയും കൂടെ ഇനി മുതൽ നമ്മുടെ കൂടെ അങ്ങ് കൂട്ടിയാലോ? കാറ്റിലൊരീറൻ നനവിതു തൂകിയതാരിവൾ, പകലിനൊരൽപ്പം ചിരിയത് ചൂടിയതാരിവൾ. കാറ്റിലൊരീറൻ നനവിതു തൂകിയതാരിവൾ, പകലിനൊരൽപ്പം ചിരിയത് ചൂടിയതാരിവൾ. വാനമതിങ്ങനെ മാറാൻ കാരണമായവൾ, ഞാൻ സ്വപ്നം കണ്ടതിലലയായി വീശിയതാരിവൾ. വാനമതിങ്ങനെ മാറാൻ കാരണമായവൾ, ഞാൻ സ്വപ്നം കണ്ടതിലലയായി വീശിയതാരിവൾ. ഞാൻ നെയ്തൊരു മൂടുപടത്തിൽ പൂണ്ടുപോയി, മാറാമ്പൽ ചൂടിയ കൂരയിലാണ്ടുപോയി. ഞാൻ നെയ്തൊരു മൂടുപടത്തിൽ പൂണ്ടുപോയി, മാറാമ്പൽ ചൂടിയ കൂരയിലാണ്ടുപോയി. ജീവിതം ഒരു മാരിക്കാറ്റായി ഉലയുമ്പോൾ, ജീവിതം ഒരു മാരിക്കാറ്റായി ഉലയുമ്പോൾ, അതിനോരം നിന്നൊരു തൂവൽ പോലെ ഈ ഗൃഹത്തെ തൊട്ടുണർത്തി